വൺ പീസ് 1149 ചാപ്റ്ററിന്റെ സ്പോയിലേഴ്സ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഈ ചാപ്റ്ററിലായിരിക്കും നമ്മൾ ആദ്യമായിട്ട് ഇമുവിനെ കാണാൻ പോകുന്നത്. കണ്ടു തന്നെ അറിയാം, 2 ദിവസം കഴിയുമ്പോൾ എന്തായാലും മാങ്ക ഇറങ്ങും. അപ്പോൾ കഴിഞ്ഞ മാങ്ക നമ്മൾ 1148 ചാപ്റ്ററിൽ നമ്മൾ നിർത്തിയത് നമ്മുടെ സ്കോപ്പർ ഗബാൻ ഒരു പുതിയൊരു ഹാക്കി പവർ യൂസ് ചെയ്ത് ഒരു വൻ ഫിനിഷിംഗ് അല്ലെങ്കിൽ വൻ ക്ലിഫ് ഹാങ്ങറിൽ നിർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ചാപ്റ്റർ തീർന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് അവിടെ വെച്ച് തന്നെയാണ്. ലാസ്റ്റ് ചാപ്റ്റർ തുടങ്ങിയതിന്റെ അതേ കണ്ടിന്യൂഷൻ. സ്കോപ്പർ ഗബാൻ വരുന്നു, അടിച്ചിടുന്നു, പുതിയ ഹാക്കി ഉപയോഗിക്കുന്നു, നമ്മുടെ സമേഴ്സിനെ അടിച്ചിടുന്നു. അപ്പൊ സമേഴ്സിന് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാര്യം. സ്കോപ്പർ ഗബാൻ ഹാക്കി ആക്സ് ഉപയോഗിച്ചുകൊണ്ട് സമേഴ്സിനെ വെട്ടി നുറുക്കി. പക്ഷെ പുള്ളിക്കാരൻ മരിച്ചിട്ടില്ല. പുള്ളിക്കാരന് ഹീലിംഗ് പവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ കുറച്ച് ഹിന്റും ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട് ബാക്കി. അപ്പം സമേഴ്സിന് പവർ ഉള്ളതുകൊണ്ട് സമേഴ്സ് മരിച്ചിട്ടില്ല, പക്ഷെ കട്ട് ഇൻ സം പീസസ്. അതാണ് ഇവിടുത്തെ കാര്യം. ഞാൻ വായിക്കാം. The chapter continues from the last one. We get Scopper versus Summers. Gaban completely defeats Summers and cut his body into pieces using haki and his axes. Summers stay alive but can regenerate. അപ്പോൾ അതാണ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഒരു കാര്യം. അവിടെ പക്ഷേ ഹാക്കിയുടെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്തെങ്കിലും പറയുമെന്നുള്ളത്, പറഞ്ഞില്ല. പക്ഷെ അവിടെ കാണിക്കുന്ന വേറൊരു പോയിന്റ് എന്തെന്ന് പറഞ്ഞാൽ ഈ സ്കോപ്പർ ഗബാനും സമേഴ്സും പണ്ടത്തെ ഗോഡ് വാലി ഇൻസിഡന്റില് അവര് തമ്മിലൊരു ഏറ്റുമുട്ടൽ അന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ സ്പോയിലേഴ്സിൽ പറയുന്നില്ല. പക്ഷെ അന്ന് നിനക്ക് എന്താണ് ഉണ്ടായതെന്ന് അറിയാമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ ഒരു പോയിന്റ് അവിടെ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും അതിന് ആൻസർ തരുമായിരിക്കും. ഓക്കെ, പക്ഷെ ഒരു ഫൺ ഫാക്ട് എന്തെന്നാ ഈ വീക്ക് തന്നെയാണ് നമ്മുടെ വൺ പീസ് ആനിമയിൽ ഗോഡ് വാലി ഇൻസിഡന്റിനെ പറ്റി കാണിക്കുന്നത്. അതേ വീക്ക് ഇറങ്ങുന്ന ഈ മാങ്കയിൽ തന്നെയാണ് ഗോഡ് വാലി ഇൻസിഡന്റിനെ പറ്റി കുറച്ചുകൂടെ പരാമർശിക്കുന്നത്. അപ്പോൾ അത് കഴിയട്ടെ, അവർ തമ്മിലൊരു ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, ബാക്കി നമുക്ക് നോക്കാം. ഗൂങ്കോ ഗോസ് ടു കോളൻ ആൻഡ് സേസ് ഷീ വിൽ കിൽ ഹിം ഇഫ് സ്കോപ്പർ ഡസന്റ് സറണ്ടർ. ഷീ സ്റ്റാബ്സ് ഹിം ആൻഡ് ത്രോ ഹിം ഫ്രം ദ ട്രീ. അപ്പൊ സംഭവം എന്തെന്നാ ഗൂങ്കോയ്ക്ക് മനസ്സിലായി ഇത് നടക്കൂല. സ്കോപ്പർ ഗബ എന്തായാലും അവർ രണ്ടുപേരും തീർക്കും. പുള്ളിക്ക് അറിയാം എങ്ങനെയാണ് സംഭവം. ഇവരുടെ ഇമ്മോർട്ടാലിറ്റിയും ഇവരുടെ റീജനറേഷൻ സ്കില്ലൊന്നും പുള്ളിന് നടക്കൂല. അപ്പൊ ഗുങ്കോ എന്ത് ചെയ്ത് നേരെ പോയി കോളൻ എന്ന് പറഞ്ഞാൽ ഗബാന്റെ കുട്ടിയാണ്. ഗബാന്റെ കുട്ടിയും കൂടെ ഈ ഒരു അബ്ഡക്ഷനിൽ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അതിന്റെ ഒരു ദേഷ്യത്തിലാണ് സ്കോപ്പർ ഗബാൻ വരുന്നത്. നേരത്തെ ചാപ്റ്റർ വായിച്ചവർക്ക് അറിയാം. അപ്പൊ ഗുങ്കോ നേരെ ചെന്ന് കോളന് നേരെ കത്തി വെച്ചിട്ട് പറഞ്ഞ് നീ നിർത്തിക്കോ, സറണ്ടർ ആയിക്കോ, ഇല്ലെങ്കിൽ ഇപ്പൊ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പൊ സ്കോപ്പർ ഗബാൻ ഒബ്സർവേഷൻ ഹാക്കി യൂസ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചർ നോക്കുമ്പോൾ ശരിയാണ്, കോളനെ കൊല്ലുന്നുണ്ട്. ഗബാൻ തന്നെ സ്വന്തമായിട്ട് കീഴടങ്ങുമ്പോൾ കോളനെ വിട്ടിട്ട് നേരെ ഗുങ്കോ വന്ന് നേരെ ഗബാനെ സ്റ്റാബ് ചെയ്തിട്ട് ട്രീന്നെടുത്ത് എറിയുമ്പോൾ താഴെ എന്താണുള്ളതെന്ന് നമ്മൾ ആലോചിക്കണം. 2-3 ചാപ്റ്റർ ആയിട്ട് ലൂഫിയെയും ലോക്കിയെയും ഒന്നും പറ്റി ആരും പറയുന്നില്ല. ട്രീയുടെ താഴെ ലോക്കിയും ലൂഫിയും ഉണ്ട്. ചിലപ്പോൾ അവരടുത്തായിരിക്കാം ഇയാൾ പോയി വീഴുന്നത്. എന്നാലും ഈ അടുത്ത ചാപ്റ്ററിലൊന്നും കാണില്ല. 2-3 ചാപ്റ്റർ കഴിയുമ്പോൾ ഒരു മരണമാസ എൻട്രി കാണും മോനെ. ഞാൻ അതിനാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കഴിഞ്ഞ് ആ ഒരു പോയിന്റിൽ തന്നെ ഗുങ്കോ ബ്രൂക്കോ ആയിട്ടുള്ള പണ്ടത്തെ ഒരു കണക്ഷൻ, ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഗുങ്കോയ്ക്ക് ബ്രൂക്കിനെ സ്ട്രോഹാറ്റ് ആകുന്നതിന് മുൻപേ അറിയാം ഇവര് തമ്മിൽ പണ്ടൊരു കണക്ഷൻ ഉണ്ട്. പുള്ളിക്കാരൻ എനിക്കൊന്ന് പണ്ട് എത്രയോ വർഷം മുമ്പാണ് പുള്ളിക്കാരൻ അന്ന് മറ്റേ ക്രൂവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വർഷങ്ങളോളം ഒരു സ്കെൽട്ടനായിട്ട് അലിഞ്ഞിരിഞ്ഞിട്ടാണ് ഇവരുടെ സ്ട്രോഹാറ്റ് വീണ്ടും കയറുന്നത്. ആ ഒരു സമയത്ത് ഗുങ്കോയിന് ബ്രൂക്കിനെ അറിയാം. അപ്പൊ ഗുങ്കോയിന്റെ ഏജ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ബാക്കി ഗൊറോസയും പോലെ തന്നെ ഈ ഹോളി നൈറ്റുകളും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് വർഷങ്ങളോളം ഉള്ള ആൾക്കാരാണ്. ഹോളി നൈറ്റിന്റെ ഒരു മെയിൻ ആളായിരുന്നു ഗാർലിൻ പിന്നെ ഇപ്പൊ എൽഡറായി. അപ്പൊ ഇവര് വേറൊരു പോയിന്റ് പറയുന്നത് ഞാൻ പറയാം, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് ഞാൻ പറയാം. അതിന്റെ പോയിന്റ് ഞാൻ പറയാം, ബാക്കി വായിച്ചിട്ട് പറയാം. We get a flashback of Brooks' past and learned that he knew Gungo a long time ago before he became a pirate. പൈററ്റ് ആകുന്നതിന് മുന്നേ, പഴയ ഒരു ടീമിലാകുന്നതിന് മുന്നേ ഗുങ്കോയ്ക്ക് ബ്രൂക്കിനെ അറിയാം. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഇവര് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ കാണും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവര് ഫ്രണ്ട്സ് ആയിരിക്കാം. ഇനി അതും അല്ലെങ്കിൽ സെയിം ഐലൻഡിലായിരിക്കും ഇവര് വളർന്നു വന്നത്. അതൊരു ചാൻസ് ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഈ ഈസ്റ്റ് ബ്ലൂ വെസ്റ്റ് ബ്ലൂ എന്നൊക്കെ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു പോർഷനിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടായിരുന്നായിരിക്കും പണ്ട്. അതായിരിക്കും സംഭവം. ഓക്കെ, ഗുങ്കോ റീഗെയിൻസ് കൺട്രോൾ ഓഫ് ഹർ മൈൻഡ് ആൻഡ് ട്രൈസ് ടു ഫ്രീ ബ്രൂക്ക്. അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയായിരുന്നു, ഇവര് തമ്മിൽ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു പണ്ട്. അപ്പൊ ഗുങ്കോ റീഗെയിൻസ് കൺട്രോൾ ഓഫ് ഹർ മൈൻഡ് എന്ന് വെച്ചാൽ അപ്പൊ ഹോളി നൈറ്റ്സിന്റെ മൈൻഡ്സ് ഒക്കെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഗുങ്കോയുടെ എങ്കിലും മൈൻഡ്സ് ഒക്കെ വേറൊരാൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആ ഒരാൾ ആരാണെന്ന് നമുക്കറിയാം. ഓക്കെ, നമുക്കറിയാം ആരാണ്. അപ്പോൾ ഒരാൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാണ് ഈ റീജനറേഷനും ഇവരുടെ ഈ ഓവർ പവറിങ്ങും എല്ലാം. ഇവരെ ഈ ഹോളി നൈറ്റ്സിനെയും ഈ എൽഡേഴ്സിനെയും കൺട്രോൾ ചെയ്യുകയാണ്. അതായത് ഇമു ആണ് ടോപ്പിലിരിക്കുന്നത്. ഇമുവിന്റെ പപ്പറ്റ്സ് ആണ് ഇവരെല്ലാം. അപ്പൊ ഇമുവിന്റെ പവർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇമുവിന്റെ പവർ എന്ന് പറഞ്ഞാൽ ചിലപ്പം കൺട്രോളിങ് അതർ പീപ്പിൾ, അത് അങ്ങനത്തെ എന്തെങ്കിലും ഫ്രൂട്ട് ആയിരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഫ്രൂട്ട് അല്ലെങ്കിൽ തന്നെ ഡെവിൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഒരു ഡെവിളിന്റെ ഒരു ഇൻകാർണേഷൻ ആണെന്നാണ് ഒരു തിയറീസ് പറയുന്നത്. അപ്പോൾ ഇമു തന്നെ ഒരു പവർ ആണെങ്കിലോ, ഇമു ആണ് ഇവർക്കെല്ലാം ഫ്രൂട്ടും കൊടുത്ത് ഇവരെ കൺട്രോളും ചെയ്യുന്നെങ്കിലോ. ഓക്കെ, നമുക്ക് പറയാം, നോക്കാം. ഇമു ടേക്സ് control of Gungo's body and is furious because the Holy Knights took too long
ആൻഡ് ദ ഹോളി ലാൻഡ് ഈസ് കറന്റ്ലി ബേണിംഗ് ആൻഡ് അണ്ടർ അറ്റാക്ക്. പറഞ്ഞതുപോലെ തന്നെ ഇമു ആണ് ഗുങ്കോന്റെ ബോഡി കൺട്രോൾ ചെയ്തത്. അപ്പൊ ഒരു ചോദ്യത്തിന് ഉത്തരം തന്നുകൊണ്ട് 100 ചോദ്യങ്ങൾക്കുള്ള ഡോർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഓടാ. ഫ്യൂരിയസ്, അതായത് ഇമു ഇപ്പൊ ദേഷ്യത്തിലാണ്. ഇവര് കുറെ ടൈം എടുത്തത്. സത്യത്തില് ഈ ഒരു ബാറ്റിൽ തുടങ്ങിയിട്ട് 1 മണിക്കൂറേ ആകുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ടൈം സ്കിപ്പ് തിയറി ഉണ്ട് കേട്ടോ. നമ്മുടെ ട്വിറ്ററിലും എല്ലായിടത്തും ആൾക്കാർ പറയുന്നുണ്ട് ടൈം സ്കിപ്പ് തിയറി. അതായത് ഈ എൽബാഫില് സ്പെൻഡ് ചെയ്യുന്ന ടൈം പുറം ലോകമായിട്ടുള്ള ടൈമും വ്യത്യാസമുണ്ട്. അതായത് നമ്മുടെ ഇന്റർസ്റ്റെല്ലാറിലെ ജൂപ്പിറ്റർ ഇപ്പോൾ കാണിക്കത്തില്ല, അവിടുത്തെ 1 മിനിറ്റ് ഇവിടുത്തെ എത്രയോ മണിക്കൂറാണെന്ന്. അപ്പോൾ എൽബാഫില് സ്പെൻഡ് ചെയ്യുന്ന അത്രയും മണിക്കൂർ, 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റിയൽ വേൾഡിൽ വർഷങ്ങളോളം ആയിരിക്കാം. ആ ഒരു സംഭവം നോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടൈം സ്കിപ്പ് തിയറി. അതായത് ചിലപ്പോൾ ഇവര് എൽബാഫിൽ നിന്ന് ഇറങ്ങുമ്പോൾ വേൾഡ് ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചിരിക്കാം. അപ്പോൾ അവിടുത്തെ ഹോളി ലാൻഡിൽ അറ്റാക്ക് നടത്തുന്നത് ചിലപ്പോൾ റെവല്യൂഷണറി ആർമി ആയിരിക്കും. അവരാണല്ലോ അവിടെ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ടായിരിക്കാം. നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം. ആ ഒരു തിയറി ഇപ്പൊ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചാപ്റ്റർ എൻഡ്സ് വിത്ത് ഇമു സേയിങ് "Mu will show how a god rules over the world." ഇമു സ്വന്തമായിട്ട് ഇറങ്ങുകയാണ് കേട്ടാ. ഇത് ഇമു സേയിങ് ആണ്, ഇമുവിന്റെ സേയിങ് ആണ്. അതായത് നോട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇമു ആക്ച്വലി വോയിസ് കൊണ്ട് പറയുകയാണ് "Mu will show how a god rules over the world." അതായത് ഇമു ഇറങ്ങാൻ പോവുകയാണ്, രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങാൻ പോവുകയാണ്. അങ്ങ് എൻഡ് ഗെയിം എന്ന രീതിയിൽ ഇറങ്ങുകയാണ്. ഈ ചാപ്റ്ററിൽ ഈ ഒരു ലൈന് പറയുമ്പോൾ ചിലപ്പോൾ ഇമുവിന്റെ ഒറിജിനൽ ഫിഗർ ആയിരിക്കാം എന്ന് പലരും പറയുന്നുണ്ട്. കണ്ടു തന്നെ അറിയാം. എന്തായാലും ഐ ആം സോ ഈഗർലി വെയിറ്റിംഗ്. നമുക്ക് കണ്ടറിയാം, 2 ദിവസത്തിനൊക്കെ ഇറങ്ങും. യെസ്. അപ്പോൾ ഇതുപോലെ ലേറ്റസ്റ്റ് ആനിമേ വിശേഷങ്ങൾക്കായി നിങ്ങൾ ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളെല്ലാം കമന്റിൽ പറഞ്ഞു, ചീത്ത മാത്രം വിളിക്കരുത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ദിസ്